KSRTC ഡ്രൈവർ തർക്കത്തിൽ MLA സച്ചിൻ ദേവിനെതിരെ സാക്ഷിമൊഴി. സംഭവം നടക്കുമ്പോൾ MLA ബസ്സിൽ കയറിയതിനാണ് മൊഴിയുള്ളത്. MLA ബസ്സിൽ കയറിയ ശേഷം തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടെന്നാണ് മൊഴി. ബസ്സിലെ യാത്രക്കാരും കണ്ടക്ടറുമാണ് മൊഴി നൽകിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? മേയർക്ക് അനുകൂലമായ ഒരു പോലീസ് നടപടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് ഇപ്പോൾ MLAക്കെതിരെ ഒരു സാക്ഷിമൊഴി വന്നിരിക്കുന്നത്. ആരാണ് മൊഴി നൽകിയത്? എന്താണ് മൊഴിയിലുള്ളത്? ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാവൻ? വിളിക്കാലോ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതായത് MLA സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സാക്ഷിമൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ സാക്ഷിമൊഴികൾ നൽകിയിട്ടുള്ളത് ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള സുബിനും ഒപ്പം തന്നെ അന്ന് ആ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുമാണ്. നീയാണോ? അതെ, ഞാനാണ്. അതായത് MLA സച്ചിൻ ദേവി സംഭവം നടക്കുന്ന സമയത്ത് ബസ്സിൽ കയറി ആ ബസ്സിലെ ഡ്രൈവർ ആയിരുന്ന യദുവിനോട് ആവശ്യപ്പെട്ടത് തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോവൂ എന്നാണ്. സത്യമായി പറയുന്നവനായി രാജാക്കൻ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നേരത്തെ അതായത് ഈ സംഭവം നടക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ സംഭവം നടന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് MLA അത്തരത്തിൽ വാഹനത്തിൽ കയറിയിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്താ ഉറക്കം വരുന്നു. പിന്നീട് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും MPയും ആയിട്ടുള്ള AR റഹീം മാധ്യമങ്ങളെ കണ്ടപ്പോൾ MLA ബസ്സിൽ കയറിയിരുന്നു എന്നുള്ള കാര്യം പറയുന്നു. വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഒപ്പം തന്നെ MLA ബസ്സിൽ കയറി എന്നുള്ള കാര്യം കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തി. സാധാരണ ഇത്തരം കാര്യങ്ങൾ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്താറില്ലെങ്കിൽ പോലും അന്ന് കണ്ടക്ടർ ഇത് ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തി എന്നുള്ളതിന്റെ തെളിവാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഞാൻ പെട്ടു അയ്യോ, എന്നാ ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.